ഹായ്. അപ്പം ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല, ഒന്ന് വൃത്തിയാക്കണം. ഇവിടുത്തെ സംഭവങ്ങളെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണത്തില്ല. നമ്മളങ്ങനെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ രാവിലെ മീനിൻ്റെ വെള്ളവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം. കാരണം നമ്മൾ 3-4 ദിവസത്തേക്ക് ഇവിടെ കാണത്തില്ലല്ലോ. അപ്പം എന്തായാലും മീനിൻ്റെ വെള്ളം നശിച്ചു പോകും. അപ്പം മീനും മൊത്തം ഡെഡായിപ്പോവും. അതുകൊണ്ട് നമ്മൾ അതൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ നോക്കുകയാണ്. അതിനിടയ്ക്ക് പിന്നെ റൂമും കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അച്ഛനും അമ്മയും അനിയത്തിയും ഹസ്ബൻഡും എല്ലാം അവിടെയാണ്, തൂത്തുക്കുടിയില്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ അതിനു മുമ്പ് നമുക്കെല്ലാം ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഇതാവത്തില്ല. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് അത്രയും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് 2 ദിവസത്തേക്ക് നമ്മൾ കടയൊക്കെ അടച്ചേക്കാണ്. കടയൊക്കെ അടച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കട കംപ്ലീറ്റ് നമ്മൾ അവിടെ ഈ കിടക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വേറൊരു കുറച്ച് പേർക്ക് വെട്ടി കൊടുത്ത് ബാക്കിയൊക്കെ മാറ്റിയൊക്കെ ചെയ്ത് കടയൊക്കെ നീറ്റാക്കി ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് തുറക്കാനുള്ളതാണല്ലോ. കാര്യങ്ങളെല്ലാം ചെയ്ത് ഇനിയിപ്പോൾ ടാസ്ക് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് പാക്ക് ചെയ്യണം. ഫുള്ള് ഡ്രസ്സ് കഴുകിയിട്ട് പാക്ക് ചെയ്തെടുക്കണം. പിന്നെ ബാഗ് പാക്കിംഗ് ഉണ്ട്, ഒരുപാട് ജോലി ഉണ്ട്. ആറ്റിങ്ങ പോകണം, വേറെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറ്റുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരാളെ കൂടെ കിട്ടി കേട്ടാ. ചെറിയൊരു ട്രൈപ്പോഡ് കണക്ക്, അത് ഓട്ടോമാറ്റിക്കാണ്. അപ്പം നമുക്ക് ഇങ്ങനെ, അതായത് നമ്മൾ ആ ഒരു മൂവ്മെന്റിനനുസരിച്ച് അത് ചലിച്ചുകൊണ്ടിരിക്കും. സംഭവം കൊള്ളാം, നല്ല. നമ്മൾ ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടോ. പിന്നെ ഇത് ആദ്യയുടെ പണ്ടത്തെ ഒരു ഇതാണ്, ഊഞ്ഞാലായിരുന്നു. പക്ഷെ അത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അപ്പൊ പിന്നെ അതിൻ്റെ അടുത്തൊക്കെ മാറ്റി. അതവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ മീനിന്റെ കാര്യങ്ങൾ വളരെ കഷ്ടമൊക്കെ നമ്മൾ ഇല്ലാത്തതുകൊണ്ട് മീനും നമ്മളെ ചെടികളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുള്ള സമയത്ത് അവർ കറക്റ്റ് നോക്കുന്നതായിരുന്നു ഈ ചെടികളുടെ കാര്യം. അച്ഛനമ്മയും പോയപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഇതിലായി. പിന്നെ നമുക്കത് കുറെ പഴയ തുണികളും മറ്റുമൊക്കെ കത്തിക്കാനും ഒക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് കത്തിച്ച് റെഡിയാക്കി. അങ്ങനെ കുറച്ച് ജോലികളാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഉള്ളത്. ആദ്യം കണ്ടായിരുന്നല്ലോ വീഡിയോയില്, ഹൈബ്രിഡ് നമ്മളെ ഫൈറ്റാണ് കിടക്കുന്നത്. ജോഡിക്ക് തന്നെ ഏതാണ്ട് 2000 രൂപയ്ക്ക് പുറത്തുള്ളതാണ്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടി. പക്ഷെ അതിന് ഇനിയിപ്പോൾ 4 ദിവസത്തേക്ക് ഫുഡിന്റെ കാര്യമാണ് വലിയ പാട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അപ്പൊ നമ്മൾ ആറ്റിങ്ങലോട്ട് പോകാനായിട്ടൊന്ന് റെഡിയായി വരികയാണ്. കാര്യം ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ സമയമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് പർച്ചേസ് ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല. നേരെ നമ്മൾ ആദ്യം വിളിച്ചുകൊണ്ട് നേരെ നമ്മൾ ആറ്റിങ്ങലോട്ട് പോകുന്നത്. ഇത് നമ്മുടെ പുതിയ റോഡാണ്, നമ്മുടെ വീടിന് നേരെയുള്ള പുതിയ റോഡ്. ഇപ്പം കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കിയതാണ്. ഇങ്ങനൊരു വലിയ കുത്തന തേരിയാണ്. പണ്ടത്തെ വഴി എടുക്കാൻ പറ്റിയില്ല, അത് ഭയങ്കര പാടാണ്. ഇപ്പൊ കോൺക്രീറ്റ് ചെയ്തപ്പോഴത്തേക്ക് വളരെ നല്ല രസമുണ്ടെന്ന് തന്നെ പറയാം. ആദ്യമായിട്ടാണ് ഇതുവഴി ഇറങ്ങി വരണത്. കോൺക്രീറ്റ് ചെയ്തിട്ട് ഇപ്പൊ തുറന്നിട്ട് 2 ദിവസമേ ആയോളൂ. ആദ്യമായിട്ടാണ് അതുവഴി ഇറങ്ങി തന്നെ വരുന്നത്. പക്ഷെ കയറി പോവാനൊക്കെ വലിയ പാടാണ്. എനിക്ക് വലിയ പ്രശ്നമില്ല, അനുവിനൊക്കെ വലിയ പാടായിരിക്കും എനിക്ക് കയറി പോകാനൊക്കെ. നമ്മൾ നേരെ പോകുന്നത് ഹെയർ കട്ടിങ്ങിലാണ്. ആദ്യം ചേട്ടന് ഹെയർ കട്ട് ചെയ്യണം, എനിക്ക് പിരികാൻ ത്രെഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന പരിപാടി എന്നല്ല, ഒലിക്സിലാണ്. കുറെ നാള് നമ്മൾ മോക്സിലാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ അവിടത്തേക്കായിട്ട് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ തോന്നുന്നത് ഒലിക്സ് ആയിരുന്നു. സോ നമ്മൾ അങ്ങോട്ട് ഹെയർ കട്ടിങ്ങിന് പോയത്. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ആദ്യ കൂട്ടിന് ഭയങ്കര ഓട്ടം തോന്നുന്നു. കാരണം ഓപ്പൺ ഏരിയ ഇല്ല. അപ്പം നേരെ ഓടിക്കളിക്കാനുള്ള സ്ഥലങ്ങൾ. പിന്നെ ഹെൽമെറ്റ് ഒക്കെ നമ്മൾ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ട് നേരെ. പിന്നെ മാസ്ക് ഉപയോഗിക്കണ്ട. ഇപ്പൊ ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടല്ലേ. അപ്പൊ മാസ്ക് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ടാൻ ഉണ്ട്. കാരണം സെൻസിറ്റീവ് സ്കിൻ ആയത് കൊണ്ട് തന്നെ ടാൻ ഉള്ളത് കൊണ്ട് എപ്പോഴും മാസ്ക് മറ്റൊക്കെ വെച്ചിട്ട് ഇല്ലെങ്കിൽ ഒട്ടും ചെയ്യാത്തില്ല. ആദ്യം ഓടിക്കേറി പോവാണ് കേട്ടോ. ഓടിക്കേറി പോയി ഇനിയിപ്പം. പക്ഷെ അങ്ങനെ അവൻ കയറി പോയപ്പോഴത്തേക്ക് അവൻ ജസ്റ്റ് ഒന്ന് വീണ് മുട്ടൊക്കെ അടിച്ച് എന്നും അവന്റെ മുട്ടടിയാണ്. അതായത് കൊച്ച് നല്ല സ്റ്റൈലായിട്ടൊക്കെ പോയതായിരുന്നു. ആ സമയത്ത് കൊച്ച് കരഞ്ഞ് വിളിച്ചു പോയി. പക്ഷെ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയോ ജോലി നടക്കുന്നത്, കുറച്ചും കൂടെ ഒക്കെ റെഡിയാക്കുന്നത് കൊണ്ട് ലേഡീസിനും ജെന്റ്സിനും സെക്കൻഡ് ഫ്ലോറിൽ തന്നെയായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ട്. അവൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു ബക്രീദും റംസാനൊക്കെ റംസാനല്ലേ, റംസാന്റെ ടൈം ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഈ ഒരു വെറൈറ്റി കുപ്പി ഉണ്ടപ്പോഴത്തേക്ക്, സാനിറ്റൈസറിന്റെ കുപ്പി ഉണ്ടപ്പോഴത്തേക്കും എടുക്കേണ്ടി വന്നതെന്ന് പറയാം. ആദ്യക്കാണെങ്കിൽ വെട്ടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിട്ടാണ് എനിക്കാണ് വെട്ടാനായിട്ടുള്ള ചാൻസ് കിട്ടിയത്. അങ്ങനെ ഞാൻ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. 1 സൈഡാണ്
ഞാൻ പറഞ്ഞത് നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു. മിക്കുള്ള ദിവസവും ഫോട്ടോ കാണിക്കുന്ന കണക്ക് തന്നെ കറക്റ്റ് വെട്ടി തരണം. അപ്പൊ ഞാൻ ഈ കോലത്തിൽ നിൽക്കുന്നതിനെ കൊണ്ടാണ് ആദ്യം ചിരിക്കുന്നത് കേട്ടാ, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ആദ്യത്തോടെ ഓട്ടോമുകളായ അവൻ ആദ്യത്തോടെ കൂടെ ഓരോ സാധനങ്ങൾ എടുക്കുന്നതിന്റെ ഓട്ടോമുകളായ അങ്ങനെ അവന്റെ മുടി വെട്ടി ഏതാണ്ട് കഴിഞ്ഞു. നമ്മൾ രണ്ടുപേരും മുടി വെട്ടി നേരെ ഒലിച്ച് നമ്മൾ ഇറങ്ങിയാണ്. ഇനി നേരെ പോകുന്നത് ആറ്റിങ്ങിലോട്ടാണ്. ആറ്റിങ്ങിൽ ചെന്നിട്ട് നമ്മൾ രണ്ടായിട്ട് പിരിയാണ് കേട്ടോ. ഇതിപ്പോ ഇറങ്ങി വരുന്ന വഴിക്ക് ആദ്യം കണ്ട് വെള്ളത്തിൽ തുടട്ട, അത് വീഴുന്ന തുടട്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഹെയർ കട്ടിങ് എല്ലാം കഴിഞ്ഞു. പ്രിയം ത്രെഡ് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അതൊന്ന് നേരെ നമുക്ക് ആറ്റിങ്ങോട്ട് പോവുകയാണ്. കുറച്ച് പർച്ചേസും കുഞ്ഞു കുഞ്ഞു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ബാഗ്, നമ്മളൊരു കുഞ്ഞു ബാഗ് ഉണ്ടായിരുന്നു, അതിൽ സിബ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് സിബിടാൻ കൊടുത്തിട്ട് നേരെ നമ്മള് അതാ നിനി സാ 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 സരി നി സാ 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 നി സരി രെ മാമ പാപ നി ധ പ മ പ നി സരി നി സരി നി ധ പ നി ധ പ മ ഗ രി മ ഗ സ നി സാ. അങ്ങനെ അതൊക്കെ എല്ലാം കഴിഞ്ഞ് നേരെ നമ്മള് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിതാ. ഇവിടെ എപ്പോഴും ഒരു ഷോക്കാണ്, കാരണം വീട്ടിൽ ഇപ്പൊ ആരുമില്ല. അതുകൊണ്ട് നമ്മളെ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്, നമ്മളെ മാത്രമേ ഉള്ളൂ. ആദ്യം കാണിക്കുന്ന വേറെ ഒന്നുമില്ല, നമ്മളൊരു മിനി റോബോട്ട്, അതായത് നമ്മൾ പറഞ്ഞില്ലേ സ്റ്റിക്ക്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആക്ഷൻ കാണിക്കുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും. അതാണ് കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ആ സെൻസറിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇന്നത്തെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് മരിച്ചീരി അവിച്ചതും മീൻ പൊരിച്ചതുമാണ്. ഇനിയിപ്പം അത് മതി, നൈറ്റത്തേക്ക് അത് മതി. അപ്പോൾ ഞാനിതാ കട്ടനും കൂടെ ഇടണം കേട്ടോ. മരിച്ചീനി അവിച്ചതും കട്ടനും സെറ്റാണ്. അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് ഇനി കിടന്നുറങ്ങാനായിട്ട് പോകുന്ന, ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. ഓക്കെ, ബൈ. ഇത്രയേ ഉള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഓക്കെ.